നന്മ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. CPR. ജെറി, മോനെ ജെറി. ചേട്ടാ, വെള്ളം വെള്ളം എനിക്ക് ദാഹിക്കുന്നുണ്ട്. നിങ്ങളാരാ? ഞാനിതെവിടെ? നിനക്കെന്നെ പരിചയമില്ല, പക്ഷേ നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയാമെന്നോ? എങ്ങനെ അറിയാം? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. നീ ആ മുഖം ഒന്ന് കഴുകിക്കേ. ജെറിയുടെ പേരൻസ് ഉണ്ടോ? ഡോക്ടർ വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇരിക്കൂ. മോന് നേരത്തെ അറിയാവുന്ന എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ. ഇന്നലെ ജെറി ഇവിടെ കൊണ്ടുവന്നത് കാർഡിയാക് അറസ്റ്റ് ആയിട്ടാണ്. ആദ്യം അവനെ കണ്ടപ്പം തന്നെ അവനൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലായിരുന്നു. ത്രൈസ് ഡീഫിബ്രിലേറ്റർ ചെയ്തതിന് ശേഷമാണ് അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനിൽ അവന്റെ ലിവർ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. സിന്തറ്റിക് ഡ്രഗ്സ് പോലെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ് ഇതിന് കാരണം. ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി അവന്റെ തിരിച്ചുവരവിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. എടാ ജെറി, നീ എന്താ ഇവിടെ പള്ളിയിലൊക്കെ? അത്ഭുതമാണല്ലോ. സാധാരണ നിന്നെ ഇവിടെ ഒന്നും അല്ലല്ലോ കാണാറുള്ളത്. എടി, എത്ര നിർബന്ധിച്ചിട്ടാണെന്നോ ഞാൻ. എടാ മോനെ ജെറി, എനിക്കറിയാം നിന്റെ അമ്മ പറഞ്ഞിട്ടൊന്നുമില്ല നീ പള്ളി വന്നതെന്ന്. സത്യം പറ മോനെ. പോട്ടടി, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കത്തില്ലല്ലോ. എല്ലാം ശരിയാകും. എടാ, കുറച്ച് നാളുകളായിട്ട് ഞാൻ വിചാരിക്കുന്ന പോലൊന്നുമല്ല എൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ആരോ എന്തോ. ഹലോ ജെറി, എന്തൊക്കെയുണ്ട് മോനെ? ഉഷാറായല്ലോ. അതെ സിസ്റ്ററെ, ശരിക്കും നിങ്ങളുടെയൊക്കെ സഹായത്താൽ താങ്ക് യു സോ മച്ച്. മോനെ, നന്ദി പറയേണ്ട എന്നോടല്ല, കൃത്യസമയത്ത് നിന്നെ അവിടെ എത്തിച്ച ആളിനോടാണ്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ. അല്ല സിസ്റ്ററെ, അന്ന് എന്നെ ആരായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്? നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ. അതാരാ? എൻ്റെ കൂടെയോ? എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ വഴി നിങ്ങാനും സിസ്റ്ററിന് അറിയാമോ ആളെ കണ്ടെങ്കിട്ടിരിക്കുമെന്ന്? എടാ, തിരക്കിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ല നീളമുള്ള മുടിയും താടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അയാളുടെ കയ്യിലെന്തോ മുറിവ് പോലെ എന്തോ ഉണ്ടായിരുന്നു. അല്ലാതൊന്നും. സിസ്റ്റർ, ആളെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാവെന്ന് പറയണേ. ഓക്കെ മോനെ, പറയാം.
അനുഗ്രഹം ആത്മാവിൽ നിറയുന്ന അദൃശ്യ നന്മയാണ്. അത് നിശബ്ദമായി നമ്മളോട് സംസാരിക്കുന്നു, കൂരിരുട്ടിലും വെളിച്ചമായി മുൻപോട്ട് നയിക്കുന്നു. അന്ധകാരത്തിൽ വഴിതെറ്റുന്ന ജീവിതങ്ങളിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ അനുഗ്രഹത്തിൻ്റെ മഴത്തുള്ളി പോലെ എന്നും കുളിർമയേകും.